സാറ്റർഡേ അവധി ദിവസമായിരുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. എഴുന്നേറ്റിട്ടോ നേരെ ഉടുപ്പിയിലുള്ള പൈ ടിഫിൻസിലേക്ക് പോയി. അവിടുത്തെ ഇഡ്ഡലി ഡിപ്പാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫേവറേറ്റ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഉടുപ്പി വഴി പോകുന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ പൈ ടിഫിൻസ്. മാംഗ്ലൂർ തൊട്ട് ഈ ഒരു ഏരിയയിലേക്ക് സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ മാംഗ്ലൂർ ബൺസ് അഥവാ ബനാന ബൺസ്. അങ്ങനെ മാംഗ്ലൂർ ബൺസും ഇഡലി ഡിപ്പും ഒരു നല്ല ചൂട് കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അത് കഴിഞ്ഞിട്ട് ദീപു ഡിസൈനേഴ്സിന് വേണ്ടിയിട്ട് എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അടിപൊളി ഔട്ട്ഫിറ്റ് ആയിരുന്നു. അങ്ങനെ ഷൂട്ടൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് കടന്നു. ചോറ് നമ്മൾ രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാർ അത് ഏട്ടൻ ഏറ്റെടുത്തു. ഞാൻ ആ സമയം വെറുതെ ഇരിക്കല്ലായിരുന്നു കേട്ടോ. നമ്മുടെ നെല്ലിക്കയും നാരങ്ങയൊക്കെ വെച്ചിട്ട് ഒരു എനർജി ഡ്രിങ്ക് അങ്ങോട്ട് ഉണ്ടാക്കി. നെല്ലിക്കയും നാരങ്ങയും പച്ചമുളകും ഉപ്പും സോഡയും ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് സംഭവം. കുടിച്ചിട്ടില്ലാത്തവരൊന്ന് ട്രൈ നോക്കൂ കേട്ടോ, അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ ലഞ്ച് റെഡിയായി. ചോറും സാമ്പാറും തൈരും അച്ചാറും ഒരു വറുത്തമുളകും ഇത്രേ ഉള്ളൂ. മടിയുള്ള ദിവസമായിരുന്നതുകൊണ്ട് വളരെ ലളിതമായിട്ടുള്ള ഒരു ലഞ്ചായിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നിറങ്ങി എഴുന്നേറ്റ് ഒരു കോഫിയും കുടിച്ചിട്ട് നേരെ ജിമ്മിലേക്ക് പോയി. സാധാരണ വർക്കിംഗ് ഡേയ്സ് ഞങ്ങൾ രാവിലെയാണ് ജിമ്മിൽ പോകാറ്. ഏതായാലും ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്ന വഴി കുറേ സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ വന്നു. സാധനങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റി. സാധനം വാങ്ങിക്കാൻ കയറിയപ്പോൾ കപ്പ എൻ്റെ കണ്ണിപ്പെട്ടു. കോട്ടയത്ത് ജനിച്ച് വളർന്നുകൊണ്ടാണോ എന്നറിയത്തില്ല, കപ്പ എനിക്കൊരു വീക്ക്നെസ് ആണ്. പിന്നെ ഒരു കപ്പ പുഴുക്കൊക്കെ ഉണ്ടാക്കി കുളിച്ചു കഴിച്ചു, കുറച്ച് നേരം TV കണ്ടു, കിടന്നിറങ്ങി.